തത്വമസി, അതായത് അത് നീയാകുന്നു എന്ന മഹാവാക്യത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്രയിൽ ഭക്തനെ പാകപ്പെടുത്തിയെടുക്കുന്നത് അതികഠിനമായ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ്. മനസ്സും ശരീരവും ഒരുപോലെ ഈശ്വരനിലേക്ക് അർപ്പിക്കുന്ന അപൂർവമായൊരു ആത്മീയ യാത്രയാണ് ശബരിമല തീർത്ഥാടനം. അതിൽ പല തടസ്സങ്ങൾ വന്നുപെടും. എന്നാലും ഒരു ഭക്തൻ ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ എത്തിപ്പെടുക തന്നെ ചെയ്യും. അതിനുദാഹരണമാണ് എൻ്റെ 3ാമത്തെ ശബരിമല യാത്ര. വ്രതാനുഷ്ഠാനങ്ങൾ കേവലം ഒരു ആചാരമല്ല, മറിച്ച് ഭക്തൻ ദൈവത്തിലേക്ക് അടുക്കുന്ന പ്രക്രിയയാണ്. സ്വാമിയേ ശരണമയ്യപ്പ എന്ന വിളിയിലൂടെ മനസ്സിനെ എപ്പോഴും ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുന്നു. പാപപുണ്യങ്ങളുടെ ഭാണ്ഡം എന്ന് പറയപ്പെടുന്ന ഇരുമുടിയിൽ നെയ്യ് നിറച്ച തേങ്ങയാണ് പ്രധാനം. നെയ്യ് ജീവാത്മാവിനെയും തേങ്ങ ശരീരത്തെയും പ്രതിനിധീകരിക്കുന്നു. അഗ്നിശുദ്ധി വരുത്തിയ നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതോടെ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു എന്നാണ് സങ്കല്പം. വ്രതാനുഷ്ഠാനങ്ങളിലൂടെ അല്ലാതെ ഭഗവാനെ ദർശിക്കാനാവില്ലെന്ന സത്യം നാം തിരിച്ചറിയുന്നത് ഓരോ പ്രാവശ്യവും മല ചവിട്ടി ഭഗവാന്റെ ദർശനം കിട്ടുമ്പോഴായിരിക്കും. അഹം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവത്തെ ബലിക്കല്ലിൽ ഉപേക്ഷിച്ച് 18ാം പടി കയറി അയ്യപ്പ സന്നിധിയിലെത്തുന്ന ഭക്തൻ തിരിച്ചറിയുന്നു, നീ അന്വേഷിക്കുന്നത് നിനക്കുള്ളിൽ തന്നെയുണ്ടെന്ന്. ഇപ്രാവശ്യം 3 പ്രാവശ്യം ഭഗവാൻ ദർശനം തന്നു. ഹരിവരാസനം കേട്ട് ഭക്തർ നിർവൃതി അടയുന്നത് തിരിച്ചറിയുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.